നമസ്കാരം. ഈ ഡേറ്റേ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കൂടുതലും കയ്യിൽ. ഇപ്പോൾ ടി വി എസ് ഐക്യൂ കൊണ്ടുവന്നിട്ട് കുറച്ചായി. അതിനിടയ്ക്കിടെ റിവർ ഇന്ത്യ ഓടിച്ചു. ബാക്കിയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇങ്ങനെ വന്ന് ഓടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഈ ടി വി എസിൻ്റെ ഐക്യൂ ബെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പുതിയ മോഡലാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി കൂടിയ മോഡലാണ്. ഈ വണ്ടിയുടെ പുതിയ വണ്ടിയുടെ കാര്യങ്ങൾ പറയാണ്ട്. അത് മാത്രമല്ലാണ്ട് ഇന്ന് ഈ വീഡിയോയിൽ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഹബ് മോട്ടറിൻ്റെ ഗുണവും ദോഷവും പറയാനുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, റോഡിൽ കാണുന്ന സ്കൂട്ടറുകളിൽ മിക്ക സ്കൂട്ടറുകളും, ഭൂരിപക്ഷം സ്കൂട്ടറുകളും ഹബ് മോട്ടറാണ്. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം പോലെ തന്നെ ആ ഹബ് മോട്ടർ വെച്ചാലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ. ഇത് രണ്ടുമാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐക്യൂബിൻ്റെ ആ ഒരു എസ് ടിയുടെ മോഡലിൻ്റെ കാര്യങ്ങളുടെ കൂടെ. എന്ന് വെച്ചാൽ ഈ പുതിയ വണ്ടിക്ക് അല്ലെങ്കിൽ ഐക്യൂബ് എസ് ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. പഴയ ഐക്യൂബ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഐക്യൂബിൻ്റെ വേറൊരു വേരിയൻ്റ് എന്ന് പറയുള്ളൂ. എൻ്റെ മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലും ആ ബാറ്ററി പാക്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് ഹബ് മോട്ടറിൻ്റെ ഗുണവും ദോഷവും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഐക്യൂബിൻ്റെ എസ് ടി എന്ന് പറഞ്ഞ മോഡലിന് രണ്ട് വകഭേദങ്ങളാണ്. 3.4 3.4 കിലോ വാട്ട് അവറും 5.1 5.1 കിലോ വാട്ട് അവറും. അതിൽ ഏറ്റവും കൂടിയ മോഡലാണിത്. ഇതിന് 3 ബാറ്ററി പാക്ക് ഉണ്ട്. കൂടാതെ 2,10,000 രൂപയാണ് ഈ വേണ്ടിയിട്ട് വില എന്ന് പറയുന്നത്. ഇപ്പോൾ ഐക്യൂബിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നോക്കി നമുക്കറിയാം, നമ്മൾ കണ്ട് പരിചയിച്ച ഐക്യൂബ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ വീലിലെ ഹബ് മോട്ടറും ബാറ്ററി പാക്കുകളുമാണ് ഇതിനെന്താ ഒരു പവർ ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ബിറ്റുകൾ, കളർ തീമുകളൊക്കെ തന്നെ ഒരു ക്ലാസ്സിയാണ്, എടുത്ത് നല്ല സ്കൂട്ടർ എന്ന നിലയ്ക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മുകളിലുള്ള DRലാണെങ്കിലും താഴെ കൊടുത്ത വലിയ ലൈറ്റ് പാനലാണെങ്കിലും ഡിസ്ക് ബ്രേക്കുള്ള ഫ്രണ്ട് വീലാണെങ്കിലും ഇരിക്കാൻ ഒതുങ്ങുന്ന ഒരു വലിയ സീറ്റും, പിന്നെ സാധാരണ സ്കൂട്ടറുകളുണ്ട്, അതായത് ജൂപ്പിറ്റർ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്കൂട്ടർ പോലെ കാണുന്ന ആ ഒരു പിൻഭാഗവും വലിയ ഗ്രാബ് ഹാൻഡിലും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള തനതായിട്ടുള്ള സ്കൂട്ടറിൻ്റെ ഡിസൈൻ ഇലക്ട്രിക് ആയപ്പോൾ എങ്ങനെയെന്നുള്ളതാണ് ഐക്യൂബിൽ മെയിനായിട്ട് കാണാൻ പറ്റുക. എനിക്ക് ഐക്യൂബിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. ഐക്യൂബിൻ്റെ ഡിസൈൻ മാത്രമല്ല, ഐക്യൂബിൻ്റെ കുറച്ച് ബിറ്റുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സീറ്റിനടിയിലെ ആ ഒരു സ്പേസ്, 2 ഹെൽമെറ്റോളം വയ്ക്കാവുന്ന സ്പേസുള്ളൊരു മോഡലാണിത്. എന്തായാലും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരാം. ഐക്യൂബ് എസ് ടിയുടെ ഹാൻഡിലല്ല ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത്. ഹാൻഡിൽ നമുക്ക് കാണാൻ DRൽ മാത്രമാണ്. ആ കളേർഡ് ബിറ്റും ആ മിററിൻ്റെ ഡിസൈനൊക്കെ ഭംഗിയുണ്ടല്ലേ. ഹാൻഡിൽ കണ്ടോ, അല്ലെങ്കിൽ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലുള്ള ലിവറുകളുടെ അലുമിനിയം ഫിനിഷും ആ ക്രോം എലമെൻറ്റുള്ള മുട്ടും കണ്ടില്ലേ, ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി മുൻവശത്ത് നോക്കിയാൽ ഈ മുൻവശത്ത് ലൈറ്റ് പാനൽ കാണാം. വലിയ ലൈറ്റ് പാനലാണ്. ഒറ്റ പാനൽ പോലെ തോന്നുമെങ്കിലും 2 ലൈറ്റുകളാണ്, ഇൻഡിക്കേറ്ററാണ് കാണുന്നത്. നടുവിലാണ് ഹെഡ്ലൈറ്റ്. വലിയ മഡ് ഗാർഡും ടെലസ്കോപ്പിക് ഫോർക്കും കാണാം. മുന്നിൽ ഡിസ്ക് ബ്രേക്കാണ്. ടി വി എസിൻ്റെ തനതായിട്ടുള്ള പെറ്റൽ ഡിസ്ക് അല്ല. ഇവിടെ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് വേണ്ടുന്ന ഫുഡ് റെസ്റ്റിൻ്റെ സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തതാണ്. ഇതാണ് വണ്ടർ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്ക് മാത്രമല്ല, ഇവിടെ താഴെ നമുക്ക് ഒരു വലിയ ഹുക്ക് കാണാം. ഇനി ഐക്യൂബ് എന്നും എസ് ടി എന്നുള്ള സ്റ്റിക്കർ സൈഡിൽ കാണുന്നുണ്ട്. വലിയ ഒരു ബാക്ക് ഭാഗത്തിൽ ടി വി എസ് ഇലക്ട്രിക് എന്നുള്ള ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഭാഗം അവിടെ കാണാം. ഹബ് മോഡലിലേക്ക് പോകുന്ന ആ കണക്ഷൻ സിംഗം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇരട്ട ഷോക്ക് അബ്സോർബറാണ്. ഈ സീറ്റിന് അത്യാവശ്യം നല്ല വിഡ്ത്തും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടും തരുന്നുണ്ട്. പിന്നെ ഹെഡ് ലാമ്പിന് സമാനമായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ഐക്യൂബിൻ്റെ. ആ ടെയിൽ ലാമ്പിൻ്റെ മുകളിലായിട്ട് ഐക്യൂബ് എന്നുള്ള പാർക്ക് അസിസ്റ്റിൻ്റെ ഒരു സിമ്പിളുണ്ട്. റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ മതി സിമ്പിളായിട്ട്. പിന്നെ ഈ ഗ്രാബ് ഹാൻഡിൽ ഒരു ചെറിയ ഇൻസെർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കിയാൽ ആ ഹബ് മോട്ടർ ആ വീലിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണുന്നില്ലേ. ഇതാണ് ഐക്യൂബിൻ്റെ കീ എന്ന് പറയുന്നത്. ഈ കീയിലല്ല, സീറ്റ് തുറക്കാനായിട്ട് വേറെ തന്നെ ഒരു കീ കൊടുത്തേക്കാണ്. ടി വി എസിൻ്റെ മിക്ക വണ്ടികളിലും ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. അവിടെ താഴത്ത് 2 ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോൾ ചാർജർ വെച്ചേക്കണത്. ഫസ്റ്റ് എയ്ഡ് കിറ്റും ടൂൾസൊക്കെ കാണാം. ഇതിനുള്ളിൽ നമുക്ക് എത്ര ലിറ്റർ വയ്ക്കാൻ പറ്റുമെന്നറിയോ? ഈ സീറ്റിനടിയിൽ 32 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ടി വി എസ് ഐക്യൂബിൻ്റെ ഈ മോഡലിൻ്റെ പ്രത്യേകത റേഞ്ചാണ്. 150 കിലോമീറ്ററോളം റേഞ്ചാണ് ഇവരിതിന് പറയുന്നത്. പിന്നെ ഈ സീറ്റ് ഹൈറ്റ് കണ്ടോ, ഇതിൻ്റെ ഇരിക്കാനുള്ള ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് മികച്ചതാണ്. നമുക്ക് നിലത്തി കാലത്തി സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണ് ഈ വണ്ടിക്കുള്ളത്. അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതിൻ്റെ നമ്പേഴ്സ് പറഞ്ഞാൽ 770 mm ആണ് ഇതിൻ്റെ ആ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. 157 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇരിക്കുമ്പോൾ ഒരു വലിയ സ്കൂട്ടറിലിരിക്കുന്നൊരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ ക്ലസ്റ്റർ 7 ഇഞ്ച് ക്ലസ്റ്ററാണ്, ടച്ച് സ്ക്രീനാണ്. കൂടാതെ അവിടെ ജോയിസ്റ്റിക്ക് കാണാം. അതിനകത്തേക്ക് വരാം. 3 കിലോ വാട്ട് പവറും 33 ന്യൂട്ടൺ മീറ്ററും. അതാണ് ഇതിൻ്റെ ഒരു പീക്ക് പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വണ്ടി ഓടിക്കാനായിട്ട് പെപ്പിയാണ്. ഇക്കോ മോഡ് തന്നെ മോർ ദാൻ എഫ് ആണ്. 50-55 കിലോമീറ്റർ പോകും. അപ്പോൾ 82 കിലോമീറ്ററോളം ടോപ്പ് സ്പീഡും ഐക്യൂബിന് ടി വി എസ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഹബ് മോട്ടറിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലാണ് ഹബ് മോട്ടറിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഹബ് മോട്ടർ റിലേറ്റീവ്ലി ചീപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക്കലി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികൾ, സ്കൂട്ടറുകളൊക്കെ തന്നെയും ഹബ് മോട്ടറാണെന്ന് കാണാം. മാത്രമല്ല ഈ ഹബ് മോട്ടറിൻ്റെ ഒരു അവൈലബിലിറ്റിയും ഉള്ളൂ. അപ്പോൾ നമുക്ക് BLDC ഹബ് മോട്ടർ എന്ന് പറയുന്നത് ആമസോൺ പോലുള്ള വെബ്സൈറ്റുകൾ കിട്ടും, ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്കൊരു സൈക്കിളോ അല്ലെങ്കിൽ സ്കൂട്ടറോ കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ആ ഹബ് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ സിംപ്ലിസിറ്റി എന്നുള്ള കാര്യത്തേക്ക് രണ്ടാമത് വരാം. അതിന് മുന്നേ ചീപ്പാണ് ഈ ഒരു മോട്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളതാണ്. അടുത്തൊരു മെയിൻ ഗുണം എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഏതൊരു
മെത്തേഡിലും ആ ഒരു ഹബ് മോട്ടർ വയ്ക്കാം. ഓക്കെ, വീല് വെക്കാൻ പറ്റുന്നിടത്ത് ഹബ് മോട്ടർ വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉന്തുവണ്ടിക്ക് വേണമെങ്കിൽ മോട്ടർ വെക്കാന്ന് പറഞ്ഞാൽ തമാശയായിട്ട് പറയാം, പക്ഷേ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. ഇപ്പോൾ ബാക്കിലെ വീലിൽ ആ ഹബിനുള്ളിൽ വെച്ചിട്ട് ആ മോട്ടറിനകത്താണ് ഈ മോട്ടർ വീല്, അതുപോലുള്ള കാര്യങ്ങളിൽ. പിന്നെ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. അതായത് എഫിഷ്യൻ്റ് ആണെന്ന് പറയുമ്പോൾ പവർ ലോസ് എന്ന് പറയുന്ന കാര്യം വരുന്നില്ലല്ലോ. കാരണം ഡയറക്റ്റ് വീലിലേക്കാണ് പവർ കിടന്ന് കറങ്ങുന്നത്, തന്നെ വീൽ കിടന്നതല്ലേ. അതായത് ഒരു മോട്ടർ വെച്ചു, അവിടെ നിന്ന് ചെയിനോ ബെൽറ്റോ വെച്ചു, പവർ എത്തി ആ വീലിലേക്ക് എത്തി, വീൽ കറക്കുമ്പോൾ ഒരു ചെറിയ പവർ ലോസ് ഉണ്ടാവും. ഈ ഹബ് മോട്ടറിന് ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആണ് എന്നുകൂടി പറയാം. റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പവർ ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും ഗുണമുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹബ് മോട്ടർ വളരെ ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഞാനിത് വെറുതെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ച് നോക്കി അറിയാൻ പറ്റും. പെട്രോൾ ഇലക്ട്രിക് സ്കൂട്ടർ കൺവേർഷൻ കണ്ടു. ഞാനത് ഹൈബ്രിഡ് സ്കൂട്ടർ പോലെ പെട്രോൾ ഇലക്ട്രിക്കിൽ ഓടാവുന്ന സ്കൂട്ടറുകളും ബൈക്കുകളും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഫ്രണ്ട് വീലിൽ ഹബ് മോട്ടർ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇലക്ട്രിക്കും ബാക്കിൽ പെട്രോൾ ആ ഒരു പവർ ട്രെയിനുമായിട്ട് വെച്ചിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 വീൽ ഡ്രൈവ് ആക്കാൻ പറ്റും സ്കൂട്ടർ എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കാരണം ഹബ്ബാണ്, വീലുണ്ടെങ്കിൽ വീലിൽ ഹബ്ബിടോ, ഹബ്ബുണ്ടെങ്കിൽ ഹബ് മോട്ടർ വയ്ക്കാം. അത്രയും സിമ്പിളാണ്, അത്രയും സിംപ്ലിസിറ്റിയാണ്. ഏത് സ്ട്രക്ചറിലും വെക്കാവുന്ന ഒരു കാര്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് ഗുണമായിട്ട് പറയാവുന്നത് എവിടെയും കൊണ്ടുവയ്ക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കാർ, ഫോർഡ് ആസ്പെയർ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാർ, അതിൻ്റെ 2 ഹബ് മോട്ടർ ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിൽ ആ ഒരു എഞ്ചിൻ വീൽ ഡ്രൈവും ഫ്രണ്ടിൽ ഇലക്ട്രിക്കും ആക്കിയിട്ട് വെക്കാം. റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ തിരിച്ചും. ഇപ്പോൾ ഫ്രണ്ട് വീലാണെങ്കിൽ ഫ്രണ്ടിൽ എഞ്ചിനും ബാക്കിൽ മോട്ടറും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. അത്രയും സ്ട്രക്ചറിനെ വെച്ചിട്ടല്ല, നമുക്ക് എവിടെയും വെക്കാവുന്ന അത്രയും സിംപ്ലിസിറ്റി ഉണ്ട് ഈ ഒരു ഹബ് മോട്ടർ എന്നുള്ളൊരു ഗുണമുള്ള കാര്യമാണ്. പിന്നെ ഹബ് മോട്ടർ റിലേറ്റീവ്ലി സൈലൻ്റാണ്. ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും മോട്ടർ കറങ്ങി ഈ ചെയിൻ കറങ്ങി അപ്പുറത്തെത്തി ആ വീലിൻ്റെ അവിടെ സ്പോക്കറ്റിലേക്ക് വന്ന് അപ്പോൾ അത്രയും സൗണ്ട് വരുന്നുണ്ട്. ഇതിനകത്ത് സൗണ്ട് തീരെ കുറവാണ്. ആ ഊഷ് സൗണ്ടോ അല്ലെങ്കിൽ ആ എയർപ്ലെയിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സൗണ്ട് ഒന്നും തന്നെ ഐക്യൂബിനില്ല, അല്ലെങ്കിൽ ഹബ് മോട്ടറിന് ഇല്ല. ഐക്യൂബിൻ്റെ കാര്യത്തിൽ തീരെ സൗണ്ട് കുറവാണ്. ഇതിൻ്റെ NVH ലെവൽ എന്ന് പറയുന്നത് നല്ല ഡിമാൻഡർ ഒരു കാര്യം പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഹബ് മോട്ടറിൻ്റെ മാത്രം ബെനിഫിറ്റ് അല്ല, TVS ഐക്യൂബിൻ്റെ കൂടി ബെനിഫിറ്റാണ് എന്നുള്ളതാണ്. പിന്നെ മെയിൻ്റനൻസിൻ്റെ കുറവ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഏത്തർ എടുക്കാം. ഏത്തറിൻ്റെ ബെൽറ്റ്, ആ ബെൽറ്റിനകത്ത് ചളി കയറി അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാകുന്ന പ്രശ്നം കാണുന്നുണ്ട്. ഇപ്പോൾ ചെയിൻ ആണെങ്കിൽ നമ്മൾ ലൂബ് ചെയ്യണം. ലൂബി അല്ലെങ്കിൽ ലൂബില്ലാത്ത ചെയിൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓറിങ് ചെയിൻ ആണെങ്കിൽ ലൂബ് ചെയ്യണം, ലൂബ് അല്ലെങ്കിൽ ഓയിൽ കൊടുക്കണം. ഇതാകുമ്പോൾ അതൊന്നും വേണ്ട. ആ ലളിതമായിട്ടുള്ള മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഈ മോട്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഹബ് മോട്ടറിൻ്റെ ഗുണമായിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ളത് സൈസിൻ്റെ അഡ്വാൻറ്റേജാണ്. കോമ്പാക്റ്റും ക്ലീനുമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഹബ് മോട്ടറിൻ്റെ. ഇപ്പോൾ വീലിനകത്താണ്, ആ വീലിൻ്റെ സൈസ് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഉയരം ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് മേടിച്ചാൽ നമുക്ക് മോട്ടർ വെച്ച് അവിടെ നിന്ന് ബെൽറ്റ് ഇടാനുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടാനുള്ള അത്രയും ആ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല. സിമ്പിളായിട്ടുള്ള കോമ്പാക്റ്റ്നെസ് ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് എന്നുള്ള ഗുണം കൂടി ഈ ഹബ് മോട്ടറിനെ കുറിച്ച് പറയാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്, കയറ്റങ്ങളും ഇറക്കങ്ങളൊന്നും ഇല്ലാത്ത റോഡിൽ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിക്കാൻ കൂടി ഈ ഒരു ഹബ് മോട്ടറിൻ്റെ ഈ ഡിസൈൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐക്യൂബിൻ്റെ കാര്യമല്ല, ഐക്യൂബ് അത്യാവശ്യം പവർഫുള്ളാണ്. സാധാരണ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, പണ്ടൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ സാധാരണ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി വെച്ച സ്കൂട്ടറുകളൊക്കെ നമുക്കറിയാം. ആ സ്കൂട്ടറുകൾ നമ്മൾ ഓടിക്കുമ്പോൾ സ്ട്രെയിറ്റ് റോഡൊക്കെ നന്നായി ഓടിക്കും. ഗ്രേഡബിലിറ്റി വരുമ്പോഴാണ് അതിന് പ്രശ്നം വരുള്ളൂ. പക്ഷേ ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററി വന്നപ്പോൾ പവർ കൂടിയപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഐക്യൂബിന് പ്രത്യേകിച്ചുമില്ല. ഐക്യൂബിനൊക്കെ നല്ല ഗ്രേഡബിലിറ്റി ഉള്ള സ്കൂട്ടർ കൂടിയാണ് ഐക്യൂബ്. ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഗുണങ്ങളെന്ന പോലെ ദോഷങ്ങളും കാണുമല്ലോ ഓരോ സംഗതിക്കും. ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഇൻ ജനറൽ ഹബ് മോട്ടറിന് കുറച്ച് ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങൾ ആദ്യം പറയുന്ന ദോഷമെന്ന് പറയുന്നത്, ഇത് ലെഡ് ആസിഡ് ബാറ്ററിയുള്ള കാലഘട്ടത്തിലാണ് ആളുകൾ പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കുറച്ച് പവർ ടോർക്ക്, ആ ഫിഗറുകളിലെ ലിമിറ്റേഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സ്റ്റിൽ പ്രോസ് ആൻഡ് കോൺസ് പറയുമ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, സാധാരണ BLDC ഹബ് മോട്ടറുകളുടെ കാര്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഗ്രേഡബിലിറ്റിയുടെ കുറവും കയറ്റം കയറാനുള്ള ടോർക്കിൻ്റെ ലിമിറ്റേഷനും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. ഐക്യൂവിന് അതില്ല. അടുത്തത് അൺസ്പ്രങ് മാസാണ്. ഞാനത് കുറേ പറഞ്ഞിട്ടുണ്ട്. ജിമ്മിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജിമ്മിൻ്റെ ടയർ മാറ്റിയപ്പോൾ പവർ കുറഞ്ഞു, വീലിലെ ആ ഒരു പെർഫോമൻസ് കുറഞ്ഞു, വണ്ടി ഒന്നും ഡള്ളായി എന്നൊക്കെ പറഞ്ഞു. അൺസ്പ്രങ് മാസാണ് കാരണം വീലിലെ വെയിറ്റ്, ആ വെയിറ്റ് കൂടുതലാണ് ഈ ഹബ് മോട്ടറുള്ള വണ്ടിക്ക് എന്ന് പറയാം. കാരണം വീലിനകത്താണല്ലോ ഹബ് മോട്ടർ. അതുകൊണ്ട് തന്നെ വീലിൻ്റെ വെയർ കൂടുതലായിരിക്കും, ടയറിൻ്റെ വെയർ കൂടുതലായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. നേരായ റോട്ടിൽ നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. കുണ്ടും കുഴികളുടെ റോട്ടിൽ അത് വീലിന് അത്യാവശ്യം നല്ല സ്ട്രെസ്സ് കൊടുക്കും. കാരണം ഒരു വെയിറ്റ്, ഇപ്പോൾ ഞാൻ ജിമ്മിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, ഒരു വലിയ ഷൂട്ട് ബൂട്ടിട്ട് നടക്കുന്നതും ഒരു വാക്കിംഗ് ഷൂട്ട് നടക്കുന്നതിൽ വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസം നമ്മുടെ ടയറുകൾക്കുണ്ട്. അതിനാണ് അൺസ്പ്രങ് മാസ് എന്ന് ലളിതമായിട്ട് പറയാം. ആ ഒരു കാര്യത്തിൽ വീലിൻ്റെയും ടയറിൻ്റെയും വേറെ ടയർ കൂടുതലായിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമില്ലാത്ത കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇനിയുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത് ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ മെക്കാനിക്കുകളെ ആശ്രയിക്കുന്ന കാര്യമാണ്. കാരണം വീലഴിച്ച് ടയർ പഞ്ചർ അടയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു വഴിയിൽ പഞ്ചർ കിട്ടിയെന്ന് വെച്ചോ, ഈ അൺസ്പ്രങ് മാസ് കൂടുതൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ടയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പഞ്ചർ കിട്ടിയ. ഓക്കെ, അത് മാത്രമല്ല അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
മാത്രമല്ല ഇപ്പോൾ വണ്ടിയുടെ തന്നെ റിപ്പയർ, ഇപ്പോൾ മോട്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മോട്ടർ ഒന്ന് മാറ്റണം, അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻ ആകും. അപ്പോൾ വീല് വലിപ്പം കൂടുന്ന ആളുണ്ടല്ലോ, അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും റിപ്പയറിൻ്റെ കാര്യത്തിലും ഒത്തിരി ലിമിറ്റേഷൻസ് കൂടി ഈ ഹബ് മോട്ടറിനുണ്ട് എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ മോട്ടർ സെൻറ്ററിൽ വെച്ചു, അല്ലെങ്കിൽ ബെൽറ്റോ ചെയിനോ ഇട്ട് വീലിലേക്ക് കൊടുത്തു, നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പറയാം ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഗുണങ്ങളൊക്കെ കാണും. അത് എന്ന് പറയുന്നത് ഈ ബാക്കിലേക്ക് മാത്രം വെയിറ്റ് വരുന്ന ഒരു വീലിലേക്ക് അൺസ്പ്രങ് മാസ് വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഐക്യൂവിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമില്ല. 3 ബാറ്ററികളാണ്, ബാറ്ററിയുടെ വെയിറ്റൊക്കെ കൂടി തരുമ്പോൾ ഇതിനകത്ത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഹബ് മോട്ടറിൻ ജനറൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രശ്നങ്ങൾ കാണാം എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ ഇരുന്നാലും മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബാറ്ററി ഹബ് മോട്ടർ, ആ ഒരു ശങ്കരമാണ്. അത് ഐക്യൂവിൽ വന്നപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി, കുറച്ചും കൂടി യൂസബിളായി, കുറച്ചും കൂടി അജയിലായി, കുറച്ചും കൂടി ഓടിക്കാൻ സുഖമായി, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഐക്യൂ എന്ന് പറയുന്നത്, സ്കൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ട സ്കൂട്ടറാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഈ സ്കൂട്ടറിൻ്റെ പുതിയ കളറും കൊള്ളാട്ടോ. ഐക്യൂവിൽ 7 ഇഞ്ചാണ് ക്ലസ്റ്റർ. പിന്നെ ഇവിടെ ഒരു ബ്രേക്കും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ലിവർ എന്ന് പറയുന്നത് ഈക്കോ പവർ മോഡുകളുണ്ട്. ഈക്കോ പവർ മോഡ് എന്ന് പറയുമ്പോൾ പവർ മോഡിൽ അത്യാവശ്യം നല്ല പവറുണ്ട്. ഏറെക്കുറെ 82 കിലോമീറ്ററോളം സ്പീഡ് പോകുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീനാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തെടുക്കാൻ പറ്റും. സെറ്റിംഗ്സ് ആണെങ്കിലും ബ്ലൂടൂത്ത് സെറ്റിംഗ്സ്, മൈ വെഹിക്കിളും, പ്രൈവസി, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തീം മാറ്റാൻ പറ്റും, പല കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരു നല്ല ക്ലസ്റ്ററാണെന്ന് പറയാം. ഈ ക്ലസ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ റീഡബിലിറ്റിയാണ്. ഇപ്പോൾ വെയിലത്താണെങ്കിൽ നമുക്കത് വായിക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഈ ഒരു സ്റ്റോക്ക് തീമാണ് ഇഷ്ടം. ബാക്കിയുള്ള തീമുകളൊക്കെ തന്നെയും ഒരിത്തിരി ആ ക്വാളിറ്റിയിൽ കുറച്ച് കുറവ് തോന്നിച്ചു. ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്, ഇതാണ് ആ ഒരു ജോയ്സ്റ്റിക്ക്. ഇതിലും നമുക്ക് ഈ സംഗതികളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. ഹോൺ, ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇത് റിവേഴ്സ് ഫ്രണ്ട് പാർക്കിംഗ് അസിസ്റ്റ്, ഇത് മോഡ് മാറ്റുന്നത്. ഇൻബിൽഡ് സിമ്മുള്ള OTA അപ്ഡേറ്റ്സ് ഉള്ള 7 ഇഞ്ച് സ്ക്രീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെസ്പോൺസീവ്നെസ് ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ടു ആക്സസ് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ തീം മാറ്റാം. ഇതിൻ്റെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐക്യൂബ് എന്ന് പറയുന്നത് ഒരു നല്ല സ്കൂട്ടറായിരുന്നു. ST എന്ന് പറഞ്ഞപ്പോൾ റേഞ്ച് കൂടുതലായിട്ട് കിട്ടി. 150 കിലോമീറ്റർ നല്ല റേഞ്ചാണ്. പിന്നെ ഓൺലൈനായിട്ട് വാങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മുടെ ആ ഒരു കൺവീനിയൻസിൻ്റെ കാര്യമാണ്. സ്റ്റിൽ ഈ സ്കൂട്ടർ ഡെയിലി യൂസിന് വേണ്ടി ഞാൻ എടുത്ത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് സ്കൂട്ടർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് ഐക്യൂബിൻ്റെ ഈ ഒരു ഡിസൈൻ മുമ്പേ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പുതിയ ബാറ്ററി പാക്ക് വന്നപ്പോൾ, പുതിയ റേഞ്ച് വന്നപ്പോൾ ഇതൊന്നുകൂടി പ്രാക്ടിക്കലായി, ഒന്നുകൂടി യൂസബിളായി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.